സൈലന്റ് സ്പ്രിംഗ് ഇസ് നൗ എ നോയ്സി സമ്മർ. 1962 ജൂലൈ 22 ന്യൂയോർക്ക് ടൈംസിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയുടെ തലക്കെട്ടാണിത്. പുതിയ തിരിച്ചറിവുകളുടെയും ചർച്ചകളുടെയും വിവാദങ്ങളുടെയും ഒക്കെ തുടക്കമായിരുന്നു അത്. ന്യൂയോർക്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖന പരമ്പര അനുരണനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങുകയായിരുന്നു. ലേഖന പരമ്പരയുടെ പേര് സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. എഴുതിയത് R.L. കേഴ്സൺ. ഇതെഴുതിയത് ഒരു പുരുഷനാണെന്നായിരുന്നു ആദ്യമൊക്കെ വായനക്കാർ കരുതിയത്. പക്ഷേ റേച്ചൽ കേഴ്സൺ എന്ന വനിതയായിരുന്നു അത്. ഒരു വനിത ഇങ്ങനെയൊക്കെ അക്കാലത്ത് എഴുതുമെന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം രാസകീടനാശിനികൾ വിതയ്ക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടെയും ആധികാരികതയോടെയുമാണ് നിശബ്ദ വസന്തത്തിൽ വിവരിച്ചിരുന്നത്. രാസകീടനാശിനികളുടെ വിവേചനരഹിതമായ ഉപയോഗം മൂകവസന്തങ്ങളുടെ കാലത്തേക്കാണ് നമ്മെ നയിക്കുകയെന്ന് സധൈര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ റേച്ചൽ കേഴ്സന്റെ ജീവിതം ഒരൊറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു. 1907 മെയ് 27 പെൻസിൽവാനിയയിലെ സ്പ്രിംഗ്ഡേലിലാണ് റേച്ചൽ ജനിച്ചത്. മാതാവ് മരിയ ഫ്രേസിയർ, പിതാവ് റോബർട്ട് വാർഡൻ. കുട്ടിക്കാലത്ത് തന്നെ പ്രകൃതി നിരീക്ഷണവും വായനയും എഴുത്തുമൊക്കെ കുഞ്ഞു റേച്ചലിന് വലിയ ഇഷ്ടമായിരുന്നു. അമ്മയോടൊപ്പം അല്ലെഗനി നദിക്കരയിലൂടെയുള്ള സഞ്ചാരം ആ കുഞ്ഞു മനസ്സിൽ പ്രകൃതി സ്നേഹം ഊട്ടിയുറപ്പിച്ചു. കുടുംബത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ പെൺകുട്ടി പഠനം തുടർന്നു. ബിരുദ പഠനത്തിന് ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛികമായി എടുക്കാൻ തീരുമാനിച്ചാണ് പെൻസിൽവാനിയ വനിതാ കോളേജിൽ ചെന്നത്. പക്ഷേ പിന്നീട് ജീവശാസ്ത്ര പഠനത്തിലേക്ക് തിരിഞ്ഞു. മറൈൻ ബയോളജിയിൽ ഗവേഷണം നടത്തി. ശാസ്ത്ര പഠനത്തിലേക്ക് തിരിയാൻ പെൺകുട്ടികൾ അധൈര്യപ്പെട്ടിരുന്ന കാലത്താണ് റേച്ചൽ ഈ സാഹസത്തിന് മുതിർന്നത്. പിതാവിൻ്റെ മരണത്തോടെ റേച്ചലിന് കുടുംബത്തെ നോക്കാൻ ഒരു ജോലി കൂടിയേ തീരൂ എന്ന അവസ്ഥ വന്നു. അങ്ങനെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശാസ്ത്രജ്ഞയായി. പ്രകൃതിയോടുള്ള യുദ്ധം അവനവനോട് തന്നെയുള്ള യുദ്ധമാണെന്ന തിരിച്ചറിവിലേക്ക് റേച്ചൽ കേഴ്സണെ നയിച്ചത് ഒരു കത്തായിരുന്നു. 1958 ഓൾഗ ഓവൻസ് ഹക്കിൻസ് അയച്ച കത്ത്. DDT തളിച്ച സ്ഥലത്ത് പക്ഷികൾ ചത്തുവീഴുന്നതിനെക്കുറിച്ചായിരുന്നു അത്. കത്ത് വായിച്ച റേച്ചൽ ഏറെ അസ്വസ്ഥയായി. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടു. നിശബ്ദയായിരുന്നാൽ തനിക്ക് സമാധാനമുണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ നിരന്തരമായ പഠനങ്ങൾ നടത്തി. തെളിവുകൾ ശേഖരിച്ചു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തി. മണ്ണും വിണ്ണും ജലവും മലിനമാക്കുന്ന രാസകീടനാശിനികളെക്കുറിച്ച്, ഭക്ഷ്യശൃംഖലയിലെ അവയുടെ അപകടകരമായ ആവർത്തനത്തെക്കുറിച്ച്, അത് തുടച്ചു നീക്കുന്ന ജീവൻ്റെ കണ്ണികളെക്കുറിച്ച്, ഗർഭസ്ഥ ശിശുവിനെ പോലും മാരക രോഗങ്ങളിലേക്ക് തള്ളിവിടുന്ന കീടനാശിനികളുടെ ഭീകരതയെക്കുറിച്ച്, അർബുദത്തിനും ജനിതക വൈകല്യങ്ങൾക്കും മറ്റനേകം മാരക രോഗങ്ങൾക്കും കാരണമാവുന്ന രാസവസ്തുക്കളെക്കുറിച്ചൊക്കെ റേച്ചൽ എഴുതി. തെളിവുകളുടെ പിൻബലത്തോടെ തന്നെ. മാരകമായ വിഷരാസവസ്തുക്കളുടെ അനധികൃതമായ കടന്നുകയറ്റത്തിനെതിരെ സ്വന്തം വീട്ടിൽ സുരക്ഷിതനായിരിക്കുക എന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണെന്ന് റേച്ചൽ കേഴ്സൺ ഉറച്ചു വിശ്വസിച്ചു. നിശബ്ദ വസന്തം പ്രസിദ്ധീകരിക്കപ്പെട്ടതും അതിന് പൊതുജനങ്ങൾക്കിടയിൽ ലഭിച്ച സ്വീകാര്യതയും അമേരിക്കയിലെ കീടനാശിനി കമ്പനികളെ വിറളി പിടിപ്പിച്ചു. ഭരണകൂടത്തെയും അത് അസ്വസ്ഥമാക്കി. കോടികൾ ലാഭം കൊയ്യുന്ന രാസവ്യവസായത്തിനെതിരെ എഴുതുകയോ, അതും ഒരു വനിത? ഭീഷണികളുടെയും പ്രതിസന്ധികളുടെയും വ്യക്തിഹത്യയുടെയും വിമർശനങ്ങളുടെയും നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് റേച്ചലിനെ കാത്തിരുന്നത്. അവിവാഹിതയായ ഒരു സ്ത്രീയുടെ ഭാവനാ സൃഷ്ടിയാണ് നിശബ്ദ വസന്തത്തിലെ വാദമുഖങ്ങളെന്നും അത് മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നും സ്ഥാപിക്കാൻ കീടനാശിനി ഭീമന്മാർ ലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കി. റേച്ചൽ ഞരമ്പ് രോഗിയായ സ്ത്രീയാണെന്നും കാൽപ്പനിക ലോകത്തിൽ വിഹരിച്ചുകൊണ്ട് കാവ്യാത്മകമായി ശാസ്ത്രമെന്ന് തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ എഴുതുകയാണെന്നും വരെ പോയി ആരോപണങ്ങൾ. എന്നാൽ ഇതിലൊന്നും റേച്ചൽ പതറിയില്ല. സൈലന്റ് സ്പ്രിംഗ് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുക തന്നെ ചെയ്തു. രാസകീടനാശിനികൾ ജീവനാശിനികൾ തന്നെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ആ പുസ്തകം ലോകമെങ്ങുമുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് നൽകിയത് പുതിയ ദിശാബോധമാണ്. എതിർപ്പുകളെയും ഭീഷണികളെയും ഒക്കെ അതിജീവിച്ച് 1962 സെപ്റ്റംബറിലാണ് സൈലന്റ് സ്പ്രിംഗ് പുസ്തക രൂപത്തിലിറങ്ങിയത്. അതിനിടെ അസുഖങ്ങളുടെ നീണ്ട നിരയോട് പൊരുതുകയായിരുന്നു റേച്ചൽ എന്നത് പുറം ലോകം അറിഞ്ഞില്ല. മാരകമായ സ്തനാർബുദം അവരെ കാർന്ന് തിന്നുകയായിരുന്നു. ശരീരത്തിൽ
അർബുദം മരണത്തിൻ്റെ വേരുകൾ ആഴ്ത്തുമ്പോഴും റേച്ചൽ കഴ്സൺ ദുർബലയായില്ല. തൻ്റെ കണ്ടെത്തലുകൾ ലോകത്തിന് പുതിയ വെളിച്ചം പകരുമെന്ന ശുഭാപ്തി വിശ്വാസം ആ ധീര വനിത കാത്തുസൂക്ഷിച്ചു. 1964 ഏപ്രിൽ 14 മേരിലാൻഡിലെ വസതിയിൽ 56-ാം വയസ്സിൽ റേച്ചൽ കഴ്സൺ അന്തരിച്ചു. സൈലന്റ് സ്പ്രിങ്ങിൻ്റെ പേരിലാണ് റേച്ചൽ കഴ്സൺ ഏറെ അറിയപ്പെടുന്നതെങ്കിലും സമുദ്ര പഠനത്തിലും ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ടവർ. അനന്തവിസ്മയങ്ങളെ ഉള്ളിലൊളിപ്പിക്കുന്ന ആഴികൾ റേച്ചലിനെ എന്നും മാടി വിളിച്ചു. അണ്ടർ ദ സീ വിൻഡ്, ദ സീ അറൗണ്ട് അസ്, ദ എഡ്ജ് ഓഫ് ദി സീ എന്നീ ഗ്രന്ഥങ്ങളും അവരുടെ സംഭാവനയാണ്. സാധാരണക്കാരെ പോലും പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അവരുടെ രചനാവൈഭവം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പരിസ്ഥിതി സംഘടനകളുടെയും പിൻബലമില്ലാതെ പരിസ്ഥിതി പ്രവർത്തനങ്ങളോ പാരിസ്ഥിതിക സ്ത്രീവാദമോ ഒട്ടും സജീവമല്ലാതിരുന്നൊരു കാലത്താണ് ആ വനിത ഒറ്റയാൾ പോരാട്ടം നടത്തിയത്. യുദ്ധാനന്തര അമേരിക്കയിലെ രാസവസ്തു വ്യവസായത്തിൻ്റെ കാണാപ്പുറങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. റേച്ചലിൻ്റെ ശ്രമങ്ങൾ വെറുതെ ആയില്ല. സൈലന്റ് സ്പ്രിങ്ങിന് ലഭിച്ച വൻ പ്രചാരം അമേരിക്കൻ പ്രസിഡന്റായ കെന്നഡി തിരിച്ചറിയുകയും അതിലെ കണ്ടെത്തലുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ DDT നിരോധിക്കപ്പെട്ടു. വസ്തുക്കൾ എന്ന് വാഴ്ത്തിപ്പാടപ്പെട്ട രാസകീടനാശിനികൾ വിതച്ച എത്രയോ ദുരന്തങ്ങൾക്ക് ലോകം സാക്ഷിയായി. കാസർഗോഡൻ അതിർത്തി ഗ്രാമങ്ങളിൽ എൻഡോസൾഫാൻ മരണമായി പെയ്തിറങ്ങിയതുപോലെയുള്ള സംഭവങ്ങൾക്ക് ഇന്നും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു. പഴങ്ങളിലും പച്ചക്കറികളിലുമൊക്കെ കാണപ്പെടുന്ന അപകടകരമായ തോതിലുള്ള രാസകീടനാശിനികൾ ജനങ്ങളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. പക്ഷികൾ പാടാത്ത, പൂക്കൾ വിരിയാത്ത, നിശബ്ദവും നിർജീവവുമായ വസന്തകാലങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപേ റേച്ചൽ കഴ്സൺ നൽകിയ മുന്നറിയിപ്പ് എത്ര കൃത്യമാണ്.